സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത പത്രപ്രവർത്തകനും ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി എഡിറ്ററുമായ ശ്രീ ജോസി ജോസഫാണ്. ചേർത്തലക്കാരനായ ഈ മലയാളിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന പത്രപ്രവർത്തകനാണ് ശ്രീ ജോസി ജോസഫ്. ആദർശ് അപ്പാർട്ട്മെൻറ്റ് കുംഭകോണം, 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതി, നേവിയുടെ വാർ റൂമിലെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയത് തുടങ്ങി നിരവധി ഇന്ത്യയെ ഞെട്ടിപ്പിച്ച അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ശ്രീ ജോസി ജോസഫ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കഴുകന്മാരുടെ വിരുന്ന്, എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് എന്ന പുസ്തകം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേളയിൽ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ജോസി ജോസഫ്. ഞാൻ പറഞ്ഞ പോലെ ഈ പുസ്തകം, അതായത് കഴുകന്മാരുടെ വിരുന്നെന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം. ആ പുസ്തകം ആധുനിക ഇന്ത്യ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതാണ് കാഴ്ചവെക്കുന്നത്, രേഖകളോടെ, തെളിവുകളോടെ. ഇത് അധികാര ദല്ലാളന്മാരായ ഇടനിലക്കാരന്മാരുടെയും കോർപ്പറേറ്റുകളുടെയും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരന്മാരുടെയും ഇന്ത്യയാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? രതീഷ്, ഞാൻ ഡൽഹിയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ കഴിഞ്ഞ് 25 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുകയാണ്. 8ഓളം ജോലി മാറിയിട്ടുണ്ട്. പലപ്പോഴും ജോലി മാറാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവരുന്ന സ്റ്റോറികൾ പബ്ലിഷ് ചെയ്യപ്പെടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അകത്തുനിന്നുള്ള ഒരു പ്രൊഫഷണൽ വിമിഷ്ടത്തിൽ നിന്നാണ് അടുത്ത ജോലിയിലോട്ട് പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇതിൽ ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ആലോചിക്കാറുണ്ട്, എനിക്കറിയാവുന്ന സത്യം, ഇന്ത്യയെക്കുറിച്ചറിയാവുന്ന സത്യം വാർണിഷ് ചെയ്യാതെ, സെൻസർഷിപ്പൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും എഴുതി വെക്കണം, ആൾക്കാർ അറിയണമെന്നുള്ളത്. അതാണ് എൻ്റെ ഒരു അടിസ്ഥാന കാര്യം. രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ 2007 US ഫ്ലെച്ചർ സ്കൂളിൽ നിന്ന് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സൊക്കെ പൂർത്തീകരിച്ചപ്പം ഇന്ത്യനെ കുറിച്ച് ഒരു അക്കാഡമിക് ബുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് റിസർച്ച് തുടങ്ങി. പക്ഷേ 2 വർഷത്തോളം റിസർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാനൊരു ആവറേജ് അക്കാഡമിക് മാത്രമാണ്, പക്ഷേ അത്യാവശ്യം മോശമില്ലാത്ത റിപ്പോർട്ടർ എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അക്കാഡമിക് റിസർച്ച് മാറ്റി വെച്ചിട്ട് മോഡേൺ ഇന്ത്യനെ റിപ്പോർട്ടിങ്ങിലൂടെ വാർണിഷ് ഒന്നും പഠിക്കാതെ, സെൻസർഷിപ്പ് ഇല്ലാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള ഒരു ചലഞ്ചോടുകൂടി ഞാൻ അങ്ങ് യാത്രയും റിസർച്ചോട്ട് തുടങ്ങി. മൊത്തമായിട്ടൊരു 9 വർഷത്തോളം എടുത്ത് അങ്ങനെ ഇറക്കിയതാണ് ഈ പുസ്തകത്തിന് വേണ്ടി. അതെ 9 വർഷം. ഇപ്പോൾ ഈ സാധാരണ തന്നെ ഈ കോർപ്പറേറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ കൂടുതലായിട്ട് പരസ്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളെ ആശ്രയിക്കുന്ന ഒരു കാലം കൂടിയാണിത്. എന്നിട്ട് സ്വതന്ത്രമായിട്ട് ഇതൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യം കിട്ടാറുണ്ടോ? എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിപ്പം 5-8 ജോലി മാറിയതിൽ ഇപ്പം ഞാൻ ഹിന്ദുവിലെ ജോലി ചെയ്യുന്നത്. ഹിന്ദു റിലേറ്റീവ്ലി വളരെ ഒരു ജേർണലിസ്റ്റിക് എത്തിക്സ് ഉള്ളൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഹിന്ദുവിൽ ചേരാൻ കാരണം. ഇതുവരെയായിട്ട് അവിടെ ഐ ഹാവൻ ഫെൽറ്റ് ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജേർണലിസമാണ് അതിൻ്റെ കോറിലുള്ളത്, ആ ഫാമിലിയുടെ ഹിന്ദുവിൻ്റെ അതിൻ്റെ. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാധ്യമരംഗം, മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് പലതരം പ്രഷറുകളിൽ നിന്നുണ്ടാകുന്ന സെൻസർഷിപ്പിൻ്റെ അടിമയെ മാറിയിരിക്കുന്നു. അതായത് ഒരു പത്രം അവിടുത്തെ ഏറ്റവും വലിയ കച്ചവടക്കാർക്കെതിരെ എഴുതത്തില്ല, അവിടുത്തെ ഏറ്റവും വലിയ പരസ്യക്കാരനെതിരെ എഴുതത്തില്ല, അവിടുത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയക്കാർക്കെതിരെ എഴുതത്തില്ല, ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ വളരെ സൂക്ഷിച്ച് തുടത്തുള്ളൂ. അങ്ങനെ പല തലത്തിൽ. പിന്നെ പല പത്ര മുതലാളിമാർക്കും പലതരം ബിസിനസ്സുകളാണ്. അവർക്ക് മൈനിങ് ആയിരിക്കും, മറ്റ് കച്ചവടങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ കൂടിയിട്ട് ഒരു ഭയങ്കരമായ ഒരു അൺറിട്ടേൺ സെൻസർഷിപ്പ് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ദാറ്റ്സ് എ വെരി സീരിയസ് കൺസേൺ ഫോർ ഇന്ത്യൻ ഡെമോക്രസി. മാത്രമല്ല, ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു പങ്കും കോർപ്പറേറ്റുകൾ മുതലാളിമാരുടെ തോളയിലും രാഷ്ട്രീയക്കാരുടെ തോളിലും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരുമായിട്ടെല്ലാം നല്ല ചങ്ങാത്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ഇതുപോലെ ജോസിയെപ്പോലെ ഇത്തരം ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നവർ അവർ വെറുതെ സമയം കളയുന്നവരാണ്, മണ്ടന്മാരാണെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയും? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഡൽഹിയിൽ പ്രത്യേകിച്ച് ഞാൻ കാണുന്ന ഒരു സമൂഹത്തിൽ പല എഡിറ്റർമാർക്കുമൊക്കെ ഈ പവർ ആക്സസ് എന്ന് പറയുന്നതാണ് ഒരു അംബിഷൻ. അതായത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു ഊണ് കഴിക്കുക, വൈകുന്നേരം ഒരു ചായ കുടിക്കുക, വേണമെങ്കിൽ പാർട്ടിയിൽ പങ്കെടുക്കുക. പിന്നെ അവരുടെ അൾട്ടിമേറ്റ് ഡ്രീം പലർക്കും ഒരു രാജ്യസഭ MP ആകുക അല്ലെങ്കിൽ മന്ത്രിയാകുക എന്നുള്ളതിൻ്റെ അപ്പുറത്തിൽ. ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് നമ്മുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് MJ അക്ബർ, എൻ്റെ പഴയ എഡിറ്ററാണ്, ലെജൻഡറി എഡിറ്ററായിരുന്നു. സാമുവൽ ഹണ്ടിങ്ടൺ 1993 ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ലാൻഡ്മാർക്ക് എസ്സേയിൽ കോട്ട് ചെയ്യുന്ന അനലിസ്റ്റാണ് പുള്ളി. അദ്ദേഹം ഇന്ന് അവിടെ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റായി പോയിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ചുള്ള നമ്മളുടെ മെജോറിറ്റി പത്രക്കാർ അപ്രോച്ചിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതായത് ചെയ്യുന്ന പണിയിൽ അഭിമാനമില്ലാതെ
കണ്ടവൻ ചെയ്യുന്ന പണിയിൽ അധികാര ദല്ലാളന്മാരായി മാറുന്നതിലാണ് അഭിമാനം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ഇവരൊക്കെ കാണിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലായി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ജേർണലിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയും മീഡിയോക്കറായിട്ടുള്ള അധികം ബുദ്ധിമുട്ടില്ലാത്ത പക്ഷേ ഇത്ര സുന്ദരമായ ഒരു ജോലി വേറെ കാണത്തില്ല. കാരണം നമ്മളൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഏറ്റവും സ്പീഡിൽ എഴുതുന്നത് നമ്മളാണ് ആദ്യം എഴുതുന്നത്. പലപ്പോഴും ആ ചരിത്രം പിന്നീട് ഒരിക്കലും തിരിച്ചെഴുതപ്പെടാറില്ല. ഇപ്പം ബോഫോസ് ക്യാമ്പ് നോക്കുകയാണെങ്കിൽ ഹിന്ദുവിൽ എൻ റാമും ചിത്ര സുബ്രഹ്മണ്യം കൂടി എഴുതിയ ഇന്നും ആ ബോഫോസ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്കാണ് അവരെഴുതിയതിന് ചലഞ്ച് കിട്ടില്ല. ഹിസ്റ്ററിനെ ഹറി അല്ലേ, ഹിസ്റ്ററിനെ ഹറി. 2006 ഞാൻ നേവൽ വാർ റൂമിലേക്ക് സ്റ്റോറി DNL ബ്രേക്ക് ചെയ്തിട്ട് ഇന്നും അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനൊക്കെ ചെയ്ത സ്റ്റോറികളുടെ പുറത്ത് നടക്കുന്ന CBIയിലൊക്കെ എത്രയോ കെട്ടും ഫയലുകളായി കാണും, എത്രയോ കോടതികളിൽ കേസ് നടക്കുന്നു, എത്രയോ മിലിറ്ററി എൻക്വയറി നടക്കുന്നു. അപ്പം ഇറ്റ്സ് എ വെരി പവർഫുൾ പൊസിഷൻ. ഞാനൊരു പക്ഷേ ഒരു ബ്യൂറോക്രാറ്റായി മാറിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സൊസൈറ്റിന് ഇൻഫ്ലുവൻസിന് ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥമില്ലാതെ ഇതിനെ ഒരു അധികാരമെന്ന് പറയത്തില്ല ഞാൻ, അതിനെ ഈ പൊളിറ്റിക്കൽ പവറിലോട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ദല്ലാൾ പണിക്കുള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് മാത്രമായി കാണുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. പക്ഷേ അതേ സമയത്ത് പത്രപ്രവർത്തനത്തിൽ വളരെ അഭിമാനത്തോടു കൂടിയും വളരെ തെമ്മാടിത്തരത്തോടു കൂടിയും ഡിസ്പൈറ്റ് ഈ കോംപ്രമൈസുകളായിട്ട് പോലും നല്ലവണ്ണം പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് മിടുക്കരുള്ള രാജ്യം കൂടിയാണ്. പവർഫുൾ ജേർണലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഈ അധികാര ലോബിയായിട്ടുള്ള ബന്ധമല്ല, അതായത് ഈ നമ്മൾ എഴുതുന്ന വാർത്തയുടെ മൂർച്ചയാണ്. അതന്നെ നമ്മുടെ ടെലിവിഷൻ ജേർണലിസം വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ പ്രശ്നത്തിൽ ഈ ഒരു ബൈറ്റ് എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് പത്രപ്രവർത്തനം എന്നുള്ള ഒരു തെറ്റായ ഒരു തെറ്റിദ്ധാരണ. അതായത് ആക്സസ് ജേർണലിസമാണ് ഏറ്റവും വലിയ ജേർണലിസം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞു മെജോറിറ്റി, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയ്ക്ക്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഏറ്റവും പവർഫുൾ ജേർണലിസം എന്ന് പറയുന്നത് ഞാൻ ഫോണെടുത്ത് വിളിക്കുമ്പോൾ, ഞാൻ ഫോണെടുത്ത് വിളിച്ച് നിങ്ങൾ ഫോൺ എടുത്തില്ല എങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്, ജോസിയുടെ ഫോൺ എടുത്തോ എന്ന് പറയുന്ന പേടി വേണം. പേടി വേറൊന്നും കൊണ്ടല്ല, ഞാൻ തെമ്മാടിയതുകൊണ്ടല്ല, എൻ്റെ കയ്യിൽ അത്രയും ശക്തമായ പവർഫുൾ ഫാക്ട്സ് ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കത്തില്ല എന്നും ഞാൻ വിളിക്കുന്നത് നിങ്ങളുടെ കൂടെ കാപ്പു കുടിക്കാനോ വൈകുന്നേരം പാർട്ടിക്ക് വേണ്ടി ഇൻവിറ്റേഷൻ വേണ്ടി അല്ല എന്നുള്ള വ്യക്തമായ ബോധം വേണം. ആ ഒരു അഡ്വേഴ്സറിയൽ റിലേഷൻഷിപ്പ് നിലനിർത്താൻ പല പത്രക്കാരും മറന്നുപോയിരിക്കുന്ന കാലഘട്ടം. ഈ ജോസിയുടേതായിട്ടുള്ള മേജർ സ്കൂപ്പുകളെല്ലാം കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അച്ചടി മാധ്യമങ്ങൾക്ക് മേൽ ദൃശ്യമാധ്യമങ്ങളൊരു അതീശത്വം ഏറെക്കുറെ സ്ഥാപിച്ച കാലഘട്ടത്തിലാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഇപ്പോൾ കേരളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങൾക്കാണ് മുന്തിയ പരിഗണന പലപ്പോഴും. ആ ഒരു ഇന്ത്യ മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ചാനലുകളുടെ ഒരു അതിപ്രസരം ഈ കാലഘട്ടത്തിലുണ്ട്. ഈ ജോസിയെ കൊണ്ടുവരുന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ അതിൻ്റെ ഒരു വലിയ രീതിയിൽ അതിനെ ഏറ്റെടുക്കുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ തയ്യാറാകാറുണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വരും, നമ്മുടെ ന്യൂസ് റൂമുകളുടെ ഓപ്പറേഷൻ സിസ്റ്റം മാറിക്കഴിഞ്ഞു. അതായത് വൈകുന്നേരം TV ന്യൂസ് ചാനൽ നോക്കിയിട്ടാണ് എഡിറ്റർ തീരുമാനിക്കുന്നത് ലീഡ് സ്റ്റോറി പത്രത്തിൽ എന്ത് കൊടുക്കണം എന്നുള്ളത്. അതൊരു വളരെ മോശമായ ട്രെൻഡെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് പത്രങ്ങൾ മാറേണ്ടതാണ്. അതിൽ പ്രത്യേകിച്ചൊന്ന് വളരെ ഡീപ്പ് ഇൻസൈറ്റുള്ള ഞാനൊക്കെ ചെയ്യുന്ന പോലത്തെ ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള എക്സ്പ്ലനേറ്ററി സ്റ്റോറികൾ, അല്ലെങ്കിൽ നമ്മൾ നടന്ന സംഭവങ്ങൾ കൂടുതൽ സയൻറ്റിഫിക്കും അക്കാഡമിക്കായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് വായനക്കാരനും പറഞ്ഞു കൊടുക്കണം. ഇത് രണ്ടും ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിന് പകരം പല എഡിറ്റർമാരും ടെലിവിഷൻ നോക്കിയിട്ട് ഹെഡ്ലൈൻ ചാനലുകളുടെ പുറകെ പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ അധികം ഡെപ്ത് ഇല്ലാത്ത പൊങ്ങച്ചക്കാരായ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഒക്കെയുള്ള ഒരു സമൂഹത്തിൽ TV വന്നിരുന്നിട്ട് മറ്റേ സ്ക്രീനിൽ മുഖം നിറഞ്ഞ് കാണുക എന്നുള്ള, വൃത്തികെട്ട മുഖമാണെങ്കിലും നിറഞ്ഞ് കാണുക എന്നുള്ളത് ഒരു സ്വപ്നമായി മാറിയ ഒരു സമൂഹമാണ്. അങ്ങനത്തെ ഒരു നാർസിസ്റ്റിക് കാലഘട്ടമാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഷോർട്ട് ടേം പ്രശ്നമാണ്, വീണ്ടും മാറുക. ഇപ്പോൾ ചാനലിൽ തന്നെ രാത്രിയിൽ ആകുമ്പോഴത്തേക്ക് ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക, അവിടെ ചർച്ച ചെയ്യുക, അതോടെ അത് അവസാനിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തിന് വേണ്ടി പത്രപ്രവർത്തനം തയ്യാറാവുന്നില്ല, ഇല്ല ചാനൽ പ്രവർത്തനം തയ്യാറാവുന്നില്ല. അതെ, ഇല്ല. ഇന്ത്യയിലെ ടെലിവിഷൻ ന്യൂസ് മീഡിയം, ഞാനൊരു TV ഇൻ്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ പോലും ഇന്ത്യയിലെ ടെലിവിഷൻ മീഡിയം ഒരു ക്രൈസിസിലാണ്. കാരണം ഫീൽഡിൽ പോയി റിപ്പോർട്ട് ചെയ്ത് സ്റ്റോറി കൊണ്ടുവരുന്ന ബിസിനസ് മാറ്റി വെച്ചിട്ട് ഇന്ന് ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് കുറേ ഗസ്റ്റുകളെ വിളിച്ച് സ്റ്റുഡിയോയിൽ എടുത്തിട്ട് അവർ തമ്മിൽ തെറി വിളിക്കുകയും തമ്മിൽ വെള്ളം വയ്ക്കുകയും കോമാളിത്തരം പറയുന്നതായി മാറിയിരിക്കുന്നു. അപ്പം അതിൻ്റെ അകത്ത് വളരെ ഇറ്റ്സ് എ വെരി എക്സ്ട്രീമിൽ വളരെ ചീപ്പായിട്ടുള്ള ജേർണലിസമാണല്ലോ. ഈ വരുന്ന ഗസ്റ്റുകൾക്ക് 10,000-20,000 രൂപ കൊടുത്താൽ മതി. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് വെച്ചാൽ ഇപ്പം ഇംഗ്ലീഷിലെ പല ചാനലുകളും പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലെ റിട്ടയർഡ് ജനറൽമാർക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നില്ല. പൈസ മേടിച്ച് ജനറൽമാർ വന്നിട്ട് വെറുതെ വഴക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ആ ഇന്ത്യൻ ചാനൽ ആങ്കർ അവനെ ഇട്ട് തെറി പറഞ്ഞ് ബഹളം വെച്ച് കുളിപ്പിച്ചു വിടും. അയാൾ പോയി കിടന്നുണ്ടെങ്കിൽ രാവിലെ വീണ്ടും വരും, കാരണം പൈസ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കോമാളിത്തിൽ ഒരു സർക്കസായി മാറിയിരിക്കും. കേരളത്തിലാണെങ്കിൽ പൈസയും വേണ്ട, പബ്ലിസിറ്റി. അതെ, ഈ പുസ്തകത്തിൽ ഈ ഇടനിലക്കാരുടെ ഇന്ത്യയാണതെന്ന് പറയുന്നുണ്ട്. അതായത് മിഡിൽമെൻ. അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ
ഇപ്പോൾ കേരളം പോലെ സാക്ഷരത 100% കൈവരിച്ച സംസ്ഥാനത്ത് പ്രാദേശിക രാഷ്ട്രീയക്കാർ ഇടനിലക്കാരുടെ റോൾ വഹിക്കുന്നു. അന്നേരം ജനങ്ങൾക്ക് സർക്കാരുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള ഒരു വഴി കേരളത്തിൽ പോലും ഇല്ലെന്നുള്ള ഉള്ളതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ ബുക്ക് എഴുതുന്ന കാലത്ത് ഒരു ഈ താഴേക്കിട ഇടനിലക്കാരനെ കുറിച്ച് കേരളത്തിൽ നിന്ന് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒറിജിനൽ പ്ലാൻ. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഞാനതൊരു ഛത്തീസ്ഗഡിലാണ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഒരു വലിയ ഗവേണൻസ് സബ്വേർഷൻ എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഒരു അട്ടിമറി എന്ന് പറയുന്നത്, ഈ നമ്മുടെ ലോക്കൽ ലെവലിലുള്ള രാഷ്ട്രീയ നേതാക്കളും കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റുമാരും അങ്ങനെയുള്ള ലോവർ ലെവലിലുള്ള ഇവർ ഗവൺമെൻറ്റും സാധാരണക്കാരെ ജനങ്ങളും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറായി മാറിയിരിക്കുന്നു. അതിൽ പലരും സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് രാവിലെ പോലീസ് സ്റ്റേഷൻ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോകുന്നത് ഈ ലോക്കൽ പാർട്ടി വീട്ടിലടിക്കും. അത് തന്നെ അയാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങേരെ വിളിച്ച് പറയുന്നത് പോലീസ് ഓഫീസിൽ, സാറേ ഇന്നും വരും, കാര്യം നോക്കണമെന്ന് പറയുന്നത്. അല്ല, നിങ്ങളുടെ അമ്മൂമ്മയ്ക്ക് മേലാതെ ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങേരാണ് വിളിച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രി ഡോക്ടറോട് പറയുക ഇന്നാൾ വരുന്നുണ്ട്, ബെഡ് കൊടുക്കണമെന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ പോലീസ് വളരെ കറപ്റ്റും ക്രൂവലാണ്. അപ്പോൾ അവരെ പേടിയാണ് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര പേടിയാണ്. കേരളത്തിൽ അത്രയും പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഏറെക്കുറെ. രണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഫെസിലിറ്റികൾ വളരെ ലിമിറ്റഡ്. ആശുപത്രിയിൽ 500 രോഗികൾ വരണമെങ്കിൽ 100 ബെഡേ കാണത്തുള്ളൂ. അപ്പം ഈ ലിമിറ്റഡ് റിസോഴ്സും ഈ കറപ്ഷനും ഇതെല്ലാം കൂടിയപ്പം ഈ ഇടനിലക്കാരൻ നിങ്ങൾ ഫെറീഷ്യമാണ്. ഇന്നോവ സർപഞ്ചൊക്കെ കേരളത്തിൽ വീട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാർ. അതെ, ഞാൻ ബുക്കിൽ പറയുന്ന സത്യമായിട്ട് ഞാൻ ഈ ബീഹാറിലെ പീപ്പിൾ അവിടുത്തെ ഈ സർപഞ്ചുകളൊക്കെ ഇന്നോവ സർപഞ്ച്, ബൊലേരോ സർപഞ്ച് എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. കാരണം സർപഞ്ചായാലും അവൻ ആദ്യം ചെയ്ത് വലിയൊരു SUV വണ്ടി മേടിക്കുക, പിന്നെ ഒരു വീട് പണിയുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കും ഗവൺമെൻറ്റും ഇടയ്ക്ക് ഇടനിലക്കാരനായിരിക്കുന്നത് ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. നമ്മളുടെ നാട്ടിലെ ഈ എന്താ പറയുക, മറ്റേ പാർട്ടി സെക്രട്ടറിമാരായിക്കോട്ടെ, മണ്ഡല പ്രസിഡന്റ്, അങ്ങനെയുള്ള ലെവലുള്ളത്. അത് ഇതൊരു ഭയങ്കര സർപ്രൈസിങ് ഇക്കോണമിയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇവരെന്നറിയാമോ? പക്ഷെ ഇതൊന്നും നമ്മൾ ടാക്കിൾ ചെയ്യുന്നില്ല. നമ്മൾ മറ്റേ എന്നിട്ട് എല്ലാ ദിവസവും ഘോരഘോരമായിട്ട് നമ്മൾ മറ്റേ ഈ എന്താ പറയുക, പാകിസ്ഥാനെതിരെ ബഹളം വയ്ക്കുക, അമേരിക്കയ്ക്കെതിരെ ബഹളം വയ്ക്കുക, കുറേ ഡെവലപ്പ് അടിക്കുക, എന്തൊക്കെയോ കോൺവലേറ്റഡ് ഡിസ്കഷൻസ്. അതേസമയം ഇപ്പോൾ ഒരു മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വൻ ശക്തിയായി കുതിക്കുന്നു എന്നുള്ളൊരു പ്രചരണമുണ്ട്. മറുവശത്ത് നല്ല വെള്ളത്തിന് വേണ്ടി, അല്ലെങ്കിൽ മേൽക്കൂരയുള്ളൊരു വീടിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ആശുപത്രി ചികിത്സാ സൗകര്യത്തിന് വേണ്ടി സാധാരണക്കാർ അലയുന്നു. ജോസി ഒരിക്കലും ഇവിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു, യഥാർത്ഥ ഇന്ത്യ ശരിയായ രീതിയിൽ കവർ ചെയ്യുന്നില്ല മീഡിയ. നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടാണ്, യഥാർത്ഥ ഇന്ത്യ കവർ ചെയ്യുന്നില്ല. ഇന്ത്യ ഹാസ് ബിക്കം എ റിച്ച് കൺട്രി വിത്ത് ടു മെനി പുവർ പീപ്പിൾ. അതെ, ഈ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ഫണ്ടമെൻ്റൽ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു റൂറൽ കൺട്രിയാണ്. വെറും 30% ആൾക്കാർ മാത്രമേ നഗരങ്ങളിൽ താമസിക്കുന്നുള്ളൂ. 70% മെജോറിറ്റി ആൾക്കാർ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരു റൂറൽ ഇക്കോണമിയും റൂറൽ കൺട്രിയാണ് നമ്മൾ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പക്ഷേ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ റഷ്യയിലെ കാണുന്നത്, ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുക്കണമെന്ന് നിങ്ങൾ മോസ്കോ എന്ന് ഒറ്റ നഗരം പിടിച്ചാൽ മതി. ആ മോസ്കോയിലെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന പാർലമെൻറ്റ് ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ ഒരു ടാങ്ക് കൊണ്ട് വെച്ചാൽ നിങ്ങൾ, അങ്ങനെയാണല്ലോ നമ്മുടെ പണ്ട് അവർ പിടിച്ചെടുത്തത് എൽസിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ, ഇന്ത്യ ആ 30% എലീറ്റുകൾ, ഞാനും രാജേഷ് ഒക്കെ അടങ്ങുന്ന നമ്മളടക്കുന്ന എലീറ്റുകളുടെ എന്ന് പറയുന്ന നമ്മളാണ് ഈ വൾച്ചേഴ്സ്. ഞാൻ ഈ പറയുന്ന വൾച്ചേഴ്സ് നമ്മളെല്ലാവരും ഉള്ള വൾച്ചേഴ്സ്. അപ്പോൾ ഈ എലീറ്റുകളിൽ അവരുടെ ഒപ്പീനിയൻ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഈ രാജ്യം ഭരിക്കാമെന്നുള്ള സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ നടക്കണമെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്, ഈവൻ ഡൽഹിയിൽ നടക്കുന്ന ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഭയങ്കരമായ പ്രൊപ്പഗാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്നുള്ളത്. അതായത് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഗുജറാത്ത് മോഡലാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയും ഏറ്റവും കൂടുതൽ റൂറൽ പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ നല്ല റോഡുകളുണ്ടെന്നാൽ ശരിയാണ്. പക്ഷേ ആ ഒരു മോഡൽ, ഒരു എക്കണോമിക് മോഡൽ അങ്ങ് ഒരു പ്രൊപ്പഗാൻഡ് അടിച്ചിറക്കിയപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചപ്പം അവർ ഭരണത്തിലെത്തിയപ്പോൾ അവർ ആ പ്രൊപ്പഗാൻഡ മെഷീൻ വീണ്ടും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് മറ്റ് രാഷ്ട്രീയക്കാരും എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനന്തരഫലം വെച്ചാൽ ഇവിടെ എന്താ പറയുക, എഫിഷ്യൻറ്റ് ഗവേണൻസ് നടക്കുന്നില്ല. ആൾക്കാരുടെ വെൽഫെയറിനെ കുറിച്ച് ആരും സംസാരിക്കുന്നത്, ഈ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാവരും. ഇപ്പോൾ ജോസി, ആദർശ് കുംഭകോണവും മറ്റേ കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതി, 2G സ്പെക്ട്രത്തിലെ കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇപ്പോൾ അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചെന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്താണ് മാറ്റം? ഇപ്പോൾ 2.5 വർഷമായല്ലോ. മാറ്റമൊന്നുമില്ല. മാറ്റമെന്ന് പറയുന്നത് ഇടനിലക്കാർക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അതായത് UPA ഗവൺമെൻറ് കാലത്ത് ആരായിരുന്നു ഇടനിലക്കാർ? അവരൊക്കെ റിട്ടയറായി പൈസയാക്കി വീട്ടിൽ പോയി. ഇപ്പോൾ പുതിയ ഒരു ഇടനിലക്കാർ സെറ്റോടെ വന്നിട്ടുണ്ട്. അവരവരുടെ രീതിയിൽ ചെയ്യുന്നു. അതിനെക്കുറിച്ച് ആരാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പം തെളിവില്ലാതെ നമ്മൾ TV യിൽ പറയുന്നത് ശരിയല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയം, നമ്മുടെ അഴിമതിയുടെ, നമ്മുടെ ഹൈ ലെവൽ അഴിമതിയുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ബ്ലാക്ക് മണിയിലാണ് അവരുടെ മേജർ ഓപ്പറേഷൻ.
അത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് 20,000 കോടി രൂപ നമ്മുടെ മാർക്കറ്റിൽ ചിലവായി എന്ന് ഒഫീഷ്യൽ എസ്റ്റിമേറ്റുകളുണ്ട്. പക്ഷേ BJPയും കോൺഗ്രസും ഡിക്ലെയർ ചെയ്ത് വെറും 1,600 കോടി രൂപയും 900 കോടി രൂപയാണ് അവർ ചിലവായിട്ട് ഡിക്ലെയർ ചെയ്തത്. ബാക്കി പൈസ എവിടെ പോയത്? എവിടെ നിന്ന് വന്നു? അപ്പം അങ്ങനെ കള്ള മാർക്കറ്റിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ബ്ലാക്ക് മണി മാർക്കറ്റിൽ അവരെത്ര കാലത്തുണ്ടോ അത്രയും കാലം രാജേഷോ ഞാനോ മദർ തെരേസ പോയി ഇറങ്ങിയാൽ പോലും ഈ നമ്മൾ കള്ളപ്പണം എടുത്ത് രാഷ്ട്രീയം ചെയ്യാൻ ഒക്കത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് അത് അടിച്ച് പൊളിച്ച് അത് തകർത്ത് ഒരു പുതിയ ഫോർമുല വെസ്റ്റേൺ നമ്മൾ അമേരിക്കയിൽ കാണുന്ന പോലെ കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഫണ്ടിങ് സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യത്ത് ഒന്ന് ഹൈ ലെവൽ ഗവേണൻസിൽ അക്കൗണ്ടബിലിറ്റി വരത്തുള്ളൂ, കുറച്ച് സിൻസിയറിറ്റി വരത്തുള്ളൂ, അവിടെ ട്രാൻസ്പെറൻസി വരത്തുള്ളൂ. ഈ അഴിമതി വാർത്തകൾ വന്നു കഴിഞ്ഞാലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം അങ്ങനെയാണ് കമ്പയർഡ് ടു UPA ഗവൺമെൻറ്? ഈ ഗവൺമെൻറ് വളരെ ഇൻസെൻസിറ്റീവ്. ഈ മീഡിയ ആയിട്ടുള്ള റിലേഷൻസ് നോക്കുകയാണെങ്കിൽ UPA വാസ് ഫാർ മോർ സെൻസിറ്റീവ്. നമ്മളൊരു സ്റ്റോറി ചെയ്താൽ UPA അപ്പം തന്നെ ബഹളം ഉണ്ടാക്കും, ആരെങ്കിലും പിടിച്ച് ട്രാൻസ്ഫർ ചെയ്യും, അശോക് രാജിവെപ്പിക്കും, അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, മന്ത്രി രാജിവെച്ച് പോകും. ഇവർക്കൊരു ഒന്നും വേശുന്നില്ല ഇവർക്ക്. ഇപ്പം ഞാൻ ഈ ഒരു 5-8 മാസം ഞാൻ ഹിന്ദുവിലൊരു സ്റ്റോറി ഉണ്ട്. അതായത് ജനറൽ VK സിംഗ് റിട്ടയർ ആവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒഫീഷ്യൽ സീക്രറ്റ്സ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നശിപ്പിച്ചുകൊള്ളുന്നു. ആ ഡോക്യുമെൻറ്റുകളിൽ 100ഓളം കോടി രൂപയുടെ രഹസ്യ ഫണ്ടിൻ്റെ ചിലവിൻ്റെ ഡീറ്റെയിൽ ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരം കാഞ്ഞൊരു പയ്യൻ ജയിലിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട്, റൈറ്റ്? എന്നിട്ടൊന്നും അതൊന്നും ഗവൺമെൻറ് ഏശുന്നില്ല. അപ്പം ഈ മീഡിയ എന്ന് പറയുന്നത് നമുക്കൊരു അപസ്വരം ഉണ്ടാക്കുന്നൊരു സംഭവം മാത്രമാണെന്നും ട്വിറ്ററും ഫേസ്ബുക്കിലൂടെ ജനങ്ങളോട് ഞങ്ങൾ സമ്മാനിച്ചോളാമെന്നും ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലൂടെ ഇരുന്നിട്ട് ജനങ്ങളോട് ഡയലോഗ് അടിച്ചാൽ മതിയെന്നും ഉള്ള ഒരു ട്വിസ്റ്റഡ് സെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു അറഗൻ ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ. ഈ വാർത്തകളോട് ഭയങ്കരമായ ഒരു അസഹിഷ്ണുതയുണ്ട് അവർക്ക്. വാർത്തകളോട്, മീഡിയയോട്, ഫ്രീ സ്പിരിറ്റഡ് എൻക്വയറിയുടെ എല്ലാത്തിനോടും അവർക്ക് അസഹിഷ്ണുത. വാർത്തകൾ എഴുതി കഴിയുമ്പോൾ ഈ ഫേസ്ബുക്കിലൂടെയും മറ്റും എഴുതിയ ആളിനെ തീർച്ചയായിട്ടും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു. അതെ, ഞാൻ ഈ UPA കാലത്ത് രാജേഷ്, ഞാനിപ്പം UPAക്കെതിരെയുള്ള സ്റ്റോറികൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം സ്റ്റോറികൾ എൻ്റെ ബൈലിലായിരിക്കും വന്നത്. നമ്മളൊരു പക്ഷേ നമ്മളന്ന് UPAക്കെതിരെ എഴുതുമ്പോൾ എനിക്കെതിരെ ആരും നീ ക്രിസ്ത്യാനിയാണ്, നീ BJP കാരനാണ്, കമ്മ്യൂണിസ്റ്റാണെന്ന് ആരും പറഞ്ഞില്ല. ഇന്ന് നമ്മൾ BJP ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതി കഴിയുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന അറ്റാക്ക് എന്ന് വെച്ചാൽ ഇവൻ വത്തിക്കാൻകാരൻ, ഇവൻ മിഷണറിയാണ്, ഇവൻ സോണിയാഗാന്ധിയുടെ ഏജൻറ്റാന്നൊക്കെ അറിഞ്ഞപ്പോൾ അതൊരു നമ്മൾ ചിരിച്ചു കളയും. ഞാനാണെങ്കിൽ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രഷർ ടാക്ടിക്സ് എന്ന് വെച്ചാൽ കുറേ ആൾക്കാരിലെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. രണ്ട്, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇത് സെൻസർഷിപ്പ് ബിൽഡ് ചെയ്യും. രാവിലെ എന്നിട്ട് വെറുതെ എന്തിനാ വഴക്കിടാൻ പോകണമെന്ന് ചോദിക്കും, ഇല്ലേ? ഇതാണ് ഈ ഇങ്ങനത്തെ ഒരു ബുള്ളി, ഒരു കൂട്ടം ബുള്ളികൾ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണിത്. ഈ സർക്കാർ ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് നമ്മുടെ ജനാധിപത്യത്തിൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കണ്ടതിൽ ഏറ്റവും അൺഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഈ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ വിധവകൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകളാണ്. അതിൻ്റെ അഴിമതിയാണ് ആദർശ് സ്കാം. അതിലേക്ക് എങ്ങനെയാണ്, ആ വാർത്തയിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? ഏകദേശം ഞാൻ എൻ്റെ സ്റ്റോറി ഞാനവിടെ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഡിറ്റർ സ്പെഷ്യൽ പ്രോജക്ട്സ് ആയിരുന്നു. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അടുക്കൽ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ എല്ലാ ദിവസമൊക്കെ റെഗുലറായിട്ട് വരും. അപ്പോൾ ഈ വരുന്ന ഡോക്യുമെൻറ്റുകൾ എനിക്ക് വെരിഫൈ ചെയ്യാൻ ഒക്കുമെങ്കിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനത് തുടത്തില്ല. അങ്ങനെ വെരിഫൈ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഈ ആദർശ് എന്ന് പറയുന്ന ബിൽഡിംഗ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അവിടുത്തെ ലോക്കൽ മീഡിയ പലപ്പോഴും ചെറുതായിട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രഹസ്യമായിട്ട് ബിൽഡ് ചെയ്തതല്ല. പക്ഷേ എനിക്കൊരു ഒരു കൂട്ടം ഫയൽ ഒരാൾ എനിക്ക് ഏൽപ്പിച്ചിട്ട് ഇത് നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കെട്ടിടം പണിതിട്ട് വിധവകൾക്ക് കൊടുക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ തന്നെ അവിടെ വീട് ഉടമസ്ഥരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് നിർത്താൻ ആർക്കായിരുന്നു കഴിയുന്നത് നോക്കിയപ്പോൾ അവർക്കൊക്കെ അവിടെ വീടുണ്ട്. അപ്പം ഇത് കെട്ടിടം പണിതവരും കെട്ടിടം പണി നിർത്തേണ്ടവരും ഇതിൻ്റെ അനധികൃതമല്ലാത്ത രീതിയിൽ പണിയാൻ ഒന്ന് എൻഷുറൻസ് സിവിൽ അതോറിറ്റീസും രാഷ്ട്രീയക്കാരും മിലിറ്ററി ജനറൽസും എല്ലാവരും അതിൻ്റെ അകത്ത് താമസക്കാരെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു വളരെ, എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ നമ്മൾ കാണുന്ന ഒരു വൾച്ചേഴ്സിൻ്റെ, കഴുകന്മാരുടെ ഒരു കൂട്ടം, ഒരു വളരെ സിംബോളിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റോറിയിൽ ഞാൻ കുറച്ച് മാസങ്ങൾ ചെലവഴിച്ചു. പക്ഷേ ആ സ്റ്റോറി വന്നപ്പോൾ പിന്നെ മുഖ്യമന്ത്രി അടക്കം രാജിവെക്കേണ്ടി വന്നു. അതെ, മുഖ്യമന്ത്രി രാജിവെച്ചു. മിലിറ്ററി ജനറൽമാർക്ക് വീട് ഒഴിയേണ്ടി വന്നു, അല്ലേ? അതെ, പല എൻക്വയറികൾ വന്നു. കുറച്ച് പേര് ജയിലിൽ CBI അറസ്റ്റ് ചെയ്തു. അങ്ങനെ പല, പിന്നെ അതിനേക്കാളും വിളിച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഒരു നല്ല വശം ഇന്ത്യയിലെ പോലത്തെ രാജ്യത്ത് നടക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ സ്റ്റോറി ഇപ്പോൾ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി അന്ന് AK സാർ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അവർ മിലിറ്ററി 3 നേവി, എയർഫോഴ്സ്, ആർമിയും അവരുടെ മിലിറ്ററി ലാൻഡിൻ്റെ നാഷണലിൽ ഓഡിറ്റ് ചെയ്തു. അപ്പോൾ 1000കണക്കിന് ഏക്കർ സ്ഥലം തിരിച്ചു കിട്ടിയവർക്ക്. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളീ കാണിക്കുന്ന നമ്മടത്തരം കൊണ്ട് നമ്മളുടെ ജനങ്ങൾക്ക്, ഗവൺമെൻറ്റിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മെച്ചമുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഫഷൻ്റെ ഒരു മഹത്വമാണത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, തീർച്ചയായിട്ടും. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ LTC സ്കാം സീരീസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു MP യും
ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കള്ള ബില്ല് പാസ്സാക്കിയിട്ട് LTCയുടെ പൈസ ക്ലെയിം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണ്. ശരിക്കും ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാമെന്നുള്ള സാധ്യത ഉണ്ട്. ജോസിയെ പോലുള്ള വളരെ അപൂർവം ജേർണലിസ്റ്റുകളെ എന്ന് പക്ഷേ ഇന്ത്യൻ വിനിയോഗിക്കുന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അതിപ്പോൾ ഞാൻ വല്ല നമ്മൾ ഈ രജനീകാന്ത് ഹീറോ എന്നുള്ള പറയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ മീഡിയയ്ക്ക് ഇങ്ങനൊരു സമൂഹത്തിൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പെനട്രേറ്റീവ് മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷനാണ്. അത് വെറും 50% കുടുംബങ്ങളിൽ എത്തുന്നുള്ളൂ. നമ്മുടെ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് വെറും 12-15% വീടുകളിൽ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ലാർജ് ഇഗ്നറൻസ് ഉള്ള ഒരു സമൂഹത്തിൽ മീഡിയ ഒരു ഭയങ്കര കറക്റ്റീവ് ഫോഴ്സും അക്കൗണ്ടബിലിറ്റി ഫോഴ്സും അഡ്വൈസറിയൽ ഫോഴ്സായിട്ട് തുടരാം. പക്ഷെ അങ്ങനത്തെ ഒരു ശ്രമം നമ്മുടെ മീഡിയയിൽ കാണുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമ്മുടെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഫാമിലി ഓൺ ബിസിനസ്സുകളാണ്. അതെ അതെ അതെ. ഈ പുസ്തകത്തിൽ വളരെ സവിസ്തരം തക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരനായ ഒരു വ്യവസായിയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ എയർലൈനിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഈ തക്കിയുദ്ദീൻ വാഹിദ് ദാവൂദിൻ്റെ ഒരു ബിനാമിയാണെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ ജോസിയുടെ പുസ്തകം വായിക്കുമ്പോൾ ദാവൂദിൻ്റെ ആൾക്കാർ തന്നെ മറ്റാരുടെയോ പ്രേരണയാൽ തക്കിയുദ്ദീനെ കൊലപ്പെടുത്തുകയാണെന്നുള്ള വിവരം വെളിപ്പെടുത്തുന്നുണ്ട്. അതെ, ഞാൻ ഈ ബുക്ക് രാജേഷ് അക്കാഡമിക് ഫ്രെയിംവർക്കിൽ നിന്ന് മാറിയിട്ട് റിപ്പോർട്ടിങ്ങിലോട്ട് മാറിയപ്പം ഞാൻ നോക്കി ഏത് സെഗ്മെൻറ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടംപററി ഇന്ത്യനെ സംസാരിക്കാൻ നോക്കിയപ്പം ഏവിയേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് വിമാനം കൊണ്ടുവരുന്ന ആൾ JRD ടാറ്റയാണ്. സൗത്ത് ഏഷ്യയിലെ ഫസ്റ്റ് പൈലറ്റും പുള്ളിയായിരുന്നു. വളരെ ഒരു പൈസക്കാരനായ മനുഷ്യൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിച്ചിട്ട് കൊണ്ടുവന്നൊരു ഇൻഡസ്ട്രിയാണ്. ഞാനോടത്ത് അവിടുന്ന് തുടങ്ങിയിട്ട് 90കളിൽ ലിബറലൈസേഷൻ നടന്നു കഴിഞ്ഞപ്പം രത്തൻ ടാറ്റ എയർലൈൻ ഇൻഡസ്ട്രിയിൽ കയറാൻ ശ്രമിച്ചിട്ട് പുള്ളിക്ക് നടന്നില്ല. ആ ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിനിടയ്ക്ക് തക്കിയുദ്ദീൻ്റെ കൊലപാതകം, അങ്ങനെ പല കഥകളുണ്ടല്ലോ, നരേഷ് ഗോയലിൻ്റെ വളർച്ച. ഞാൻ ഇതൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് ഷോ. ഞാൻ അതിലാണ് ഒരു 1-2 വർഷം ചിലവാക്കി, ഒരുപാട് ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്ത്. അപ്പം എനിക്ക് മനസ്സിലായതിൽ തക്കിയുദ്ദീൻ വഹീദിൻ്റെ അത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന് തീർച്ചയായിട്ടും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു അധോലോകത്തിൽ. അത് ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഒരു കൺസിസ്റ്റൻസി ഉണ്ട് പോലീസുകാരിലും ഇൻ്റലിജൻസിലൊക്കെ അവർക്ക് തെളിവുകളുണ്ടായിരുന്നു. അന്നത്തെ മുംബൈയിൽ 80s-ലും 90s-ലും മുംബൈയിൽ അധോലോകത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് നോക്കത്തില്ല. പക്ഷേ തക്കിയുദ്ദീൻ കൊല്ലപ്പെട്ടതിന് ശേഷം പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് പറഞ്ഞു ചോട്ടരാജൻ്റെ ആൾക്കാരെ കൊന്നെന്നും അത് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. ഗാങ് റൈവൽറിയാണ്. കാരണം മുംബൈ ബ്ലാസ്റ്റിന് ശേഷം ദാവൂദിൻ്റെ കൂടെ നിൽക്കുന്ന ബിസിനസ്സുകാരെ കൊല്ലുന്നതിന് ഭാഗമായിട്ട് ആദ്യം കൊന്നത് തക്കിയുദ്ദീനെ എന്നുള്ള തിയറിയാണ് ചോട്ടരാജനും പറഞ്ഞത്, പോലീസും പറഞ്ഞത്. ഞാൻ ആ ചാർജ് ഷീറ്റിൻ്റെ 1000 പേജിൻ്റെ ചാർജ് ഷീറ്റൊക്കെ എടുത്ത് ഞാൻ വായിച്ചപ്പോൾ പക്ഷേ തപ്പിത്തപ്പിച്ച് നമ്മൾ മനസ്സിലായത് അങ്ങനെയല്ല കഥ. കഥയെന്ന് പറയുന്നത് തക്കിയുദ്ദീൻ വഹീദിന് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് റൈവൽ ആരാന്ന് ഞാൻ പറയത്തില്ല, വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് റൈവൽ, അന്ന് 6 റൈവൽസ് ഉണ്ടായിരുന്നു, 5-6 പേര് ഏവിയേഷൻ സെക്ടറിലുണ്ടായിരുന്നു. ഒരു റൈവൽ ദാവൂദ് ഇബ്രാഹിമിനെയും ചോട്ടാ ഷക്കീലിനെയും ഉപയോഗിച്ചിട്ട് തക്കിയുദ്ദീൻ്റെ മർഡറിന് കമ്മീഷൻ ചെയ്യണം. അപ്പോൾ പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ 93-ലെ ബ്ലാസ്റ്റിന് ശേഷം തക്കിയുദ്ദീനും ഫാമിലിയും അവർ ഈസ്റ്റ് വെസ്റ്റ് വളരെ കെയർഫുള്ളായിട്ട് ദാവൂദിൽ നിന്നും അധോലത്തിൽ നിന്നും മാറി അകന്നുപോയി ക്ലീൻ ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചതാകാം. അതെ, മറ്റേ എതിരാളി ചിലപ്പോൾ തക്കിയുദ്ദീനെ കൊടുക്കാവുന്നതിനേക്കാൾ വലിയ പ്രതിഫലങ്ങൾ കൊടുത്ത് ദാവൂദിനെ കയ്യിലെടുത്തതാകാം, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാവൂദ് ഇബ്രാഹിം ചോട്ടാ ഷക്കീലിൻ്റെ ആൾക്കാരാണ് തക്കിയുദ്ദീനെ കൊല്ലുന്നത്. അതിൻ്റെ ആ തക്കിയുദ്ദീൻ്റെ മർഡർ ചാർജ് ഷീറ്റൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും അൺപ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ഇത്രയും ഹൈ പ്രൊഫൈൽ മർഡറിൽ നടക്കാവുന്നതാണ്. അന്വേഷണത്തെ പോലും വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് തക്കിയുദ്ദീൻ്റെ വൈഫിനോടോ സഹോദരങ്ങളോടോ അളിയന്മാരോട് ഇവരൊക്കെയായിരുന്നു പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള, അവരോടൊന്നും ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് ആകപ്പെടേണ്ടായിരുന്നു തക്കിയുദ്ദീൻ്റെ അനുജൻ ഫൈസലിൻ്റെ ഒരു 1.5 പേജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ. ഞാൻ ഫൈസൽ പറയുന്നത് ഫൈസലിന് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഓർമ്മ പോലും ഇല്ല. അങ്ങനെ ഒരു വളരെ ഷോഡി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. കേരളത്തിലാണെങ്കിൽ പോലും ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അവർ ദാവൂദിൻ്റെ ബിനാമിയാണെന്ന് പറയും. അതുപോലെ ഉള്ള ഒരു ബന്ധമാണോ ഇതും തക്കിയുദ്ദീന് ഉണ്ടായിരുന്നത്? അറിഞ്ഞുകൂടെ. പക്ഷേ എൻ്റെ ബുക്കെന്ന് പറയുന്നത് രാജേഷ്, എൻ്റെ ബുക്കിലൊരു കൺസിസ്റ്റൻറ്റ് പാറ്റേൺ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സക്സസ്ഫുള്ളും പവർഫുള്ളായിട്ട് നിൽക്കുന്നവരെ എൻക്വയറി ചെയ്യുന്നത്, അല്ലാതെ കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനല്ല. അപ്പം ഞാൻ ഈ തക്കിയുദ്ദീനല്ല ഇൻവെസ്റ്റ് ചെയ്തത്. അതെ, മനസ്സിലായി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് നരേഷ് ഗോയലിനെയും ടാറ്റ ഗ്രൂപ്പിനെയും ഇന്നത്തെ ഏവിയേഷൻ രാജാക്കന്മാരെയും. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ മലയാളി ആയതുകൊണ്ട് വെറുതെ വിട്ടതെന്നോ അല്ലെങ്കിൽ അത് മറ്റേ തെളിവില്ലാത്തതുകൊണ്ടോ അല്ല. തപ്പിപ്പോരുന്ന ഒരു വർഷം തെളിവ് കിട്ടിയേനെ. പക്ഷെ എൻ്റെ ഉദ്ദേശം എനിക്കൊരു കഥ പറയണമായിരുന്നു. ആ കഥയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ കഴുകന്മാർക്കെതിരെ പറയുന്നതാണ്. താങ്കളുടെ പുസ്തകം വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരന് പോലും തക്കിയുദ്ദീൻ്റെ കൊലപാതകത്തിൽ ജെറ്റ് എയർവേസിൻ്റെ ഉടമ നരേഷ് ഗോയലിന് എന്തോ പങ്കുണ്ടെന്ന് ന്യായമായും സംശയിച്ചു പോകും.
അവർ തമ്മിലുള്ള റൈവലറി വളരെ ക്ലിയറാണ്. നരേഷ് ഗോയൽ അത് 91 ഇവിടെ നമ്മുടെ 90കളുടെ തുടക്കത്തിൽ ഏവിയേഷൻ പ്രൈവറ്റൈസ് ചെയ്തപ്പോൾ ആദ്യം തുടങ്ങി 2 ഏവിയേഷൻ എയർലൈൻ കമ്പനികളൊന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും ജെറ്റ് എയർവേസ് വരും. അവർ തമ്മിൽ വളരെ ഇൻറ്റൻസ് റൈവലറി ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ്. അത് എൻ്റെ റിപ്പോർട്ടിങ് ഞാൻ പറയുന്നത്. ഫൈനൽ കൊലപാതകത്തിന് നരേഷ് ഗോയലാണ് ഉത്തരവാദി ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഒരു റൈവൽ അങ്ങനെ പറയുന്നില്ല, ഒരു റൈവൽ സംശയിക്കാം. പക്ഷേ ഇത് ഇറ്റ് ഈസ് എൻ ഓബ്വിയസ്. ഇത് ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു സുപ്രീം കോടതി ജഡ്ജൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇന്നും അത് ഇൻവെസ്റ്റ് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ്സുകാരൻ പോലും ക്രിമിനൽ ലിങ്കും ടെററിസ്റ്റ് ലിങ്കുകളും ഉള്ളവനാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ ബുക്കിൽ നിർത്തുന്നു. അതെ, നരേഷ് ഗോയലിൻ്റെ വളർച്ചയെക്കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ. അതെ, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡിഫാമേഷൻ കേസ് വല്ലതും കൊടുത്തിട്ടുണ്ട്. ലീഗൽ നോട്ടീസ് വന്നിരുന്നു. ലീഗൽ ഡിഫാമേഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടി എൻ്റെ ലോയേഴ്സ് കൊടുത്തു. അതിൽ മാത്രമല്ല, ഇതിൽ LK അദ്വാനി ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോൾ 2 ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ഈ വിവരം സൂചിപ്പിച്ചിട്ടും. അതെ, പാർലമെന്റിൽ വലിയ ബഹളം നടന്നു. അന്ന് ഒരു കത്ത് പുറത്തു വന്നു. അന്ന് ഒരു അഞ്ജാൻ ഘോഷ് എന്ന് പറയുന്ന IBL ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ജോയിന്റ് ഡയറക്ടർ, സംഗീത ഗോയൽ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി ഹോം മിനിസ്ട്രിക്ക് എടുത്ത് ഒരു 2 പാരഗ്രാഫ് ലെറ്റർ പുറത്തു വന്ന് നരേഷ് ഗോയലിന് ദാവൂദ് ചോട്ടാ ഷക്കീൽ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാർലമെന്റ് ബഹളം നടന്നപ്പം അദ്വാനിനെ ഇവർ പോയി ബ്രീഫ് ചെയ്ത്, ആ ബ്രീഫ് ചെയ്യാൻ പോയ ഓഫീസേഴ്സിൽ അവരടക്കമുള്ളവർ ഞാൻ ഇന്റർവ്യൂ ചെയ്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അന്ന് അതിനുശേഷം കണ്ടഹാർ ഹൈജാക്ക് നടന്നു 99 ഡിസംബറിൽ. 1 മാസത്തിന് ശേഷം ഹോം മിനിസ്ട്രി സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററോട് പറയുന്നു, ഏവിയേഷൻ സെക്ടറിൽ ആർക്ക് ഡയറക്ടറിലെ കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഞങ്ങൾ കൊടുക്കും, കാരണം തീവ്രവാദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പല കമ്പനികളുടെയും ഡയറക്ടേഴ്സിൻ്റെയും ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കെതിരെ അഴിമതി കേസുണ്ട്, നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുണ്ട്. ഒരു കമ്പനിയുടെ കേസിൽ മാത്രം അവർ എഴുതി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ എഴുതി, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പുതുതായ തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ആ എഴുതിയ കത്തിൻ്റെ താഴെ ഈ സെയിം IB ചീഫൊക്കെ എഴുതുകയാണ്, പക്ഷേ ഇൻ ദ പാസ്റ്റ് ഇവർക്ക് ദാവൂദ് ഇബ്രാഹിമോട്ടും ചോട്ടാഷയോടും ബന്ധമുണ്ടായിരുന്നു, ഇവർ ഹവാല റൂട്ടിലൂടെ കള്ളപ്പണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇവർ ബിസിനസ്സിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, റൈവൽസിനെതിരെ വേണ്ടതിനും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ലെറ്ററുകൾ എഴുതിയിട്ട് അവർ കൈയൊഴിയുകയായിരുന്നു. അത് അദ്വാനിയുടെ വാച്ചിലായിരുന്നു. അത് ഇന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോണാണ്. അതായത് ഈ കറപ്ഷനും ക്രിമിനാലിറ്റിയും കൂടി എങ്ങനെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് ആ ചാപ്റ്റർ. അതിൻ്റെ ബേസിസ് ഗവൺമെൻറ് ഫയലാണിത്. ഞാൻ ഇതെല്ലാം പേപ്പറിലുള്ള എൻ്റെ കയ്യിലുള്ള റിട്ടേൺ ഡോക്യുമെൻ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എഴുതുള്ളൂ. നിർഭാഗ്യകരമായ വശം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെളിയിൽ വന്നിട്ടും നരേഷ് ഗോയൽ ഇന്നും സസുഖം ലണ്ടനിൽ വാഴുകയാണ്. അതെ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അത് നരേഷ് ഗോയൽ മാത്രമല്ല, നമ്മുടെ ഒരുപാട് ബിസിനസ്സുകാർ വേണ്ടാതിനം കാണിച്ച് ക്രിമിനാലിറ്റി കാണിച്ചിട്ട് അവരിങ്ങനെ സസുഖം വാഴുന്നത് നമ്മളെപ്പോലത്തെ രാജേഷ് എന്നെ പോലത്തെ സാധാരണക്കാരായ ഇന്ത്യക്കാരോടുള്ളൊരു പുച്ഛമാണ്. നമ്മളെ നോക്കി ചിരിക്കണമല്ല. അപ്പോൾ ഇതിനെതിരെ ഇന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ സ്റ്റേറ്റസ് കോ തുടരാനൊക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു തിയറി. ഇത് മാറിയേ ഒക്കത്തുള്ളൂ. ഇത് മാറ്റാനുള്ള പ്രോഗ്രസീവ് ഫോഴ്സുകൾ, പ്രോഗ്രസീവ് എലമെൻറ്റ്സ് ഈ രാജ്യത്ത് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മൾ വളരെ ചെറിയ രാജ്യം, യങ് കൺട്രിയാണ്. 25 വയസ്സിന് താഴെയാണ് 50% പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ വരും, മാറ്റത്തിനുള്ള ഡിമാൻഡ് നമ്മുടെ കുട്ടികളുടെ അടുക്കുന്ന വരും, ചെറുപ്പക്കാരുടെ അടുക്കുന്ന വരും. ഈ 2G സ്പെക്ട്രത്തിൽ തന്നെ അതിൽ വമ്പന്മാരുടെ ഇടപാടുകൾ രേഖകൾ സഹിതം കൊണ്ടുവന്നത് ജോസിയായിരുന്നു. അത് ഒരുപാട് കഠിനാധ്വാനം വേണ്ടി വന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് പറയാം. 2G 2008 ജനുവരി ലൈസൻസ് കൊടുക്കുന്നത്, അത് 3 സ്റ്റേജിൽ അതിൻ്റെ കവറേജ് നടന്നിട്ടുണ്ട്. 1ാം സ്റ്റേജിൽ ഈ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും മറ്റ് പത്രങ്ങളിലുമൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഇല്ലീഗൽ ആണെന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടേഴ്സ് ആ ടെലികോം പീരീഡിൽ കവർ ചെയ്യുന്നത്. അതിനുശേഷം 2Gനെ ഒരു നാഷണൽ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ പൈനിയറിലെ ഗോപി കൃഷ്ണൻ ഒരു 120ഓളം സ്റ്റോറികൾ ഗോപി ചെയ്ത് വളരെ ലാൻഡ്മാർക്കായിട്ടുള്ള റിപ്പോർട്ടിംഗ് സീരീസ് ആയിരുന്നു ഗോപിയുടേത്. അതിനുശേഷമാണ് CAGയുടെ ഓഡിറ്റ് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങുന്നതും. അതിനുശേഷം അതിൻ്റെ അകത്ത് 85ഓളം ലൈസൻസുകൾ ഇല്ലീഗലാണെന്നും അനിൽ അംബാനിയുടെ കമ്മ്യൂണിക്കേഷനും വാഹൻ ഭട്ടിയുടെ ഒപ്പീനിയനും ഒക്കെ അങ്ങനെ പല ഡോക്യുമെൻറ്റും ഞാൻ പുറത്തു കൊണ്ടുവരികയായിരുന്നു. വളരെ വ്യക്തമായിട്ട് ഗോപി പ്രൂവ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഗോപിയുടെ ഡോക്യുമെൻറ്റ്സ് കാണിച്ച സംഭവം എന്ന് വെച്ചാൽ, ഈ 2G ലൈസൻസ് കിട്ടിയ കമ്പനികളുടെ പുറകിൽ കിക്ക് ബാക്കുകളും മണി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ള ഒരു വലിയ പരിധിവരെ ഗോപിക്ക് പ്രൂവ് ചെയ്യണം. ഒബ്വിയസ്ലി ഗോപിക്ക് വളരെ ഇൻസൈഡ് സോഴ്സുകളുണ്ടായിരുന്നു. ഞാൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം, ഓഡിറ്റൊക്കെ തുടങ്ങിയ ശേഷം നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം വെച്ചാൽ, ആ ഡോക്യുമെൻറ്റേഷനിലുണ്ടായിരുന്ന ഇല്ലീഗാലിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം CAG ഓഡിറ്റ് വന്നതിന് ശേഷം എന്ത് നടന്നുള്ളത് നമുക്കറിയാം. രാജിവെക്കേണ്ടി വന്നു, CBI കേസ് വന്ന് ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ 2G ലൈസൻസ് ആയിക്കോട്ടെ, 2G ലൈസൻസ് സ്കാം എന്ന് 2G സ്കാം എന്ന് പറയുന്നത്
നമ്മളുടെ നാച്ചുറൽ റിസോഴ്സുകൾ, അതായത് കൽക്കരി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ എയർവേവ്സ് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, റേഡിയോ വേവ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ദേശത്തിൻ്റെ സ്വത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ഈ റിസോഴ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കോടിക്കണക്കിന് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരിവിടെ ഉണ്ട്. ഇവർ രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുത്തൊക്കെ അങ്ങ് സൂചിപ്പിച്ചിരിക്കും. കോൾ മൈൻസിൻ്റെ എല്ലാ കാര്യത്തിലെന്ന പോലെ കോൾ മൈൻ ആയിക്കോട്ടെ, നമ്മുടെ മറ്റേ ആംസിലായിക്കോട്ടെ, KG ബസ്, പ്രത്യേകിച്ച് നാച്ചുറൽ റിസോഴ്സുകൾ വളരെ എളുപ്പമാണല്ലോ. നമ്മളിരിക്കുന്ന ഈ വായുവിൽ നിന്ന് ഇത്രയും കോടി രൂപ ഉണ്ടാക്കാൻ നമുക്കറിയാം, അറിഞ്ഞുകൂടാ, നമുക്ക് മനസ്സിലാത്ത പോലുമില്ല. അപ്പോൾ 2G സ്കാം അത് ജനങ്ങളിൽ എത്തിക്കാൻ 2G സ്കാം നമ്മൾ ഹെൽപ് ഡസ്. ഇപ്പോൾ ഈ 4G എന്ന് പറയുന്നത് പുതുതായിട്ട് ഇപ്പോൾ റിലയൻസ് ജിയോയുടെ 4G, അതിൻ്റെ ഭാഗത്ത് എൻ്റെ ബുക്കിൽ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതെ, ഗവൺമെൻറ് മാറി വന്നിട്ട് മാറ്റമൊന്നുമില്ല. അപ്പോൾ 4Gയുടെ ലൈസൻസിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഉള്ളതെന്ന് ഒരു ഫോർജ് ബാങ്ക് ഗ്യാരണ്ടിയാണ്. 252 കോടി രൂപയ്ക്ക് ഒരു 4G ചെയ്തൊരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. അടക്കമുള്ള പല ഇല്ലീഗാലിറ്റിയുടെ പുറത്താണ് ഈ റിലയൻസ് ജിയോയുടെ ഈ പുതിയ ബിസിനസ് വരുന്നത്. അതുപോലെ തന്നെ മുകേഷ് അംബാനിയുടെ വീട് ആന്റിലിയ, അതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, അവസാനത്തെ ചാപ്റ്റർ ആന്റിലിയുടെ പുറത്താണ്. അതെ അതെ, അത് വഖഫ് ബോർഡിന്റെ സ്ഥലമായിരുന്നു. അതെ, വഖഫ് ബോർഡിന്റെ സ്ഥലമായിരുന്നു. അവിടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, 60ഓളം കുട്ടികളോട് താമസിക്കുന്നു. അതായത് നമ്മളുടെ തലമുറയിൽ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പൈസക്കാരൻ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു വീട് പണിയാൻ പോകുമ്പോൾ വഖഫ് ലാൻഡ് ആയിരുന്ന ഓർഫനേജ് നിന്നിരുന്ന ഒരു സ്ഥലത്തിൻ്റെ അപ്പുറത്തൊരു നല്ല സ്ഥലം കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഇറ്റ് ഈസ് എ ടെല്ലിംഗ് സ്റ്റോറി ഓഫ് 4 ടൈംസ്. നമ്മളുടെ സമൂഹത്തിൻ്റെ ഡീപ്പ് ഇമ്മോറാലിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ പുറത്തുനിന്ന് ബുക്ക് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നേടിയ വിജയത്തിൽ ഒരു പങ്ക് ജോസിക്കൂടെ അവകാശപ്പെട്ടാണ്. കാരണം അവിടെ ഈ വൈദ്യുതി വിതരണത്തിലെ അല്ലെങ്കിൽ അതിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റോറി ജോസിയുടെ ആണെന്നത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് 2010-15 തുടങ്ങുന്നതിന് പുറകിൽ ഒരുപാട് നമ്മളൊക്കെ ചെയ്ത മീഡിയ സ്റ്റോറികളാണ് ഒരു മൊമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് പറ്റുന്ന വെച്ചാൽ, കഴിഞ്ഞ വർഷം ഈ CAG ഡൽഹിയിലെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായ അനിൽ അംബാനിയുടെ ഗ്രൂപ്പും ടാറ്റ ഗ്രൂപ്പും കൂടി ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു ഈ CAG ഓഡിറ്റ് ശരിയല്ല, ഇത് രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞ് ഓർഡർ മേടിച്ചു. അങ്ങനെ രഹസ്യമാക്കി വെച്ചിരുന്ന ഓർഡറാണ് ഞാൻ തപ്പിക്കൊണ്ട് വന്നിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഒരു അംബാനി ഗ്രൂപ്പ് ഡിഫമേഷൻ എന്താ 5000, അതെ 5000 കോടി രൂപ അവർ ഇത് മാനഹാനി ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത്രയും വലിയ തുകയ്ക്ക് ആരും മാനഹാനി ഇല്ലെന്നാ തോന്നരുത്. നേരെ എൻ്റെ പൈസയിൽ കൊടുക്കാൻ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാൻ പോയില്ല. നമ്മൾ നാച്ചുറൽ കോഴ്സുകളിൽ ലീഗൽ റിപ്ലൈ കൊടുത്തു. പക്ഷേ ആ റിപ്പോർട്ട് വന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞാൽ 8000 കോടി രൂപ ഡൽഹിയിലെ സാധാരണക്കാർ ഇലക്ട്രിസിറ്റി സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുക്കൽ നിന്ന് ഈ കമ്പനികളും പിരിച്ചെടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ആ റിപ്പോർട്ടിലൂടെ. അതുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട്, 1 വർഷത്തോളമായിട്ട് പവർ റേറ്റ് ഡൽഹിയിൽ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂടിയിട്ടില്ല. വളരെ നോമിനൽ അതുപോലെ നിൽക്കുവാണ് ഇപ്പോഴും. അതെ, അതുപോലെ തന്നെ ഈ ഇപ്പം ഹിന്ദുവിൻ്റെ നാഷണൽ സെക്യൂരിറ്റി എഡിറ്ററാണ് ജോസി. ഇപ്പം കശ്മീർ ഇപ്പം വളരെയധികം വലിയ കത്തുന്ന ഇപ്പം രാജ്യത്തിലെ ഏറ്റവും വലിയ വിഷയം അതാണ്. ഇപ്പോൾ ഉറിയിലെ ഇതെല്ലാം ഇന്നത്തെ പത്രത്തിലും ജോസിയുടെ റിപ്പോർട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്ഥിതി എന്താണ് നമ്മുടെ ഒരു സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ? ഈ കാശ്മീർ ആയിക്കോട്ടെ, നക്സലിസം ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് നടക്കുന്ന ഇൻസർജൻസികളായിക്കോട്ടെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ടെലിവിഷൻ സ്റ്റുഡിയോകളിലും മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ നമ്മളുടെ ചർച്ചയിലുണ്ടായിരുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ നടക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ കയറി ഇരുന്നിട്ട് പാകിസ്ഥാനെ വെടിവെക്കി ബോംബിട് എന്നൊക്കെ പറയുന്നതും കാശ്മീരുകൾ ഏതോ മൃഗങ്ങളാന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങളാണ്. നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ നമ്മുടെ ചർച്ചകളിൽ വളരെ വ്യക്തം. ഒന്ന്, നമ്മളൊരു വലിയ അക്കാഡമിക് സെൻസ് ഒന്നും ഇല്ലാത്തൊരു സമൂഹമാണ്. 2, നമുക്ക് കമ്പാഷൻ ഇല്ല. 3, നമുക്ക് പാകിസ്ഥാനെ കുറിച്ചൊക്കെ വല്ല തെറ്റായ ധാരണയാണ്. നമ്മളങ്ങ് കയറി ചെന്ന് ബോംബിടുമ്പോൾ അവരെന്താ ബോംബിടത്തില്ലെന്ന് തിരിച്ചെടുത്തില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 2, കാശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാന്ന് പറയുന്ന അതേ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിട്ട്, ഇവർ തന്നെ കാശ്മീരിനെ ട്രീറ്റ് ചെയ്യുന്നത് വിദേശത്തിനെ പോലെ. അവിടെ ഒരു ഫണ്ടമെൻ്റൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം കോൺഗ്രസ്സാണ് കാശ്മീർ കൊളമാക്കിയത് 1987 ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അതിനുശേഷമാണ് ഈ ഇൻസർജൻസി തുടങ്ങുന്നത്. കോൺഗ്രസ്സിന് കാശ്മീർ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പവർ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു. BJPക്കോ മുസ്ലിം മെജോറിറ്റിയെ കാശ്മീർ ആളിക്കത്തുകയാണെങ്കിൽ അവർക്ക് വർഗീയമായിട്ട് മറ്റ് ഇന്ത്യയിൽ ഗെയിൻസ് ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് അവിടെ ശാശ്വതമായ ശാന്തി വേണ്ട എന്നുള്ളത് കോൺഗ്രസിൻ്റെയും BJPയുടെയും മാത്രം ഉദ്ദേശമല്ല. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ 3-4 ലക്ഷം പേര് അവിടെ ഡിപ്ലോയ്ഡ്. ഈ ജനറൽമാർക്കൊക്കെ അവിടെ നിന്ന് മെഡൽ കിട്ടുന്നത്. അപ്പോൾ അവർക്കത് അവിടെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് ലോബികളും മാഫിയകളും കറപ്ഷനും എല്ലാം ഉണ്ട്.
ഇൻ്റലിജൻസിന് അവിടെ വലിയ അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസും പൈസ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്കെല്ലാം എന്തെങ്കിലും ഗെയിൻസ് ഉള്ള മെച്ചം കിട്ടുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയായി മാറുകയാണ് കാശ്മീർ. ജനങ്ങളുടെ താല്പര്യം ഒന്നും നോക്കുന്നില്ല. ജനങ്ങളുടെ താല്പര്യമില്ല. മരിക്കപ്പെടുന്ന പട്ടാളക്കാരൻ്റെ പേരിൽ മനുഷ്യനെ മണ്ടനാക്കുന്ന രീതിയിലുള്ള കുറേ രാഷ്ട്രീയ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുകയും വീണ്ടും സൈനികക്കാരനെ വിട്ട് വീണ്ടും കൊല്ലിക്കുന്ന ഒരു ക്രൂവലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് കാർഗിലാണ്. കാർഗിൽ യുദ്ധം 99 നടക്കുമ്പോൾ എന്താണ് കാർഗിൽ നടന്നത്? നമ്മളുടെ വശത്തുള്ള കുന്നും പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് കുറേ ആൾക്കാർ കയറിയിരുന്നു അല്ലേ? അതെ. നിങ്ങളുടെ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ആരെങ്കിലും വീടിൻ്റെ മുകളിൽ കയറി ആരെങ്കിലും നിങ്ങളുടെ കല്ല് വെച്ചിരുകയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കും? നിങ്ങൾ വലിഞ്ഞു കയറി അയാളെ പിടിക്കാൻ നോക്കുമോ? കാരണം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കിട്ടും. നിങ്ങൾ പറയും ഞാൻ ഒന്നുമേ പോലീസിനെ വിളിച്ചുകൊണ്ടിരാം, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ മുകളിൽ നിന്ന് 2 ബോംബ് എറിയാം അല്ലേ? നിങ്ങൾ സുരക്ഷ സമയത്ത് കിട്ടിയില്ലത്തുള്ളൂ. കാർഗിൽ എന്ന് പറയുന്ന കുന്നും പുറത്ത് വന്നിരുന്നവർ അവരെ ഒഴിവാക്കേണ്ടി നിങ്ങളെന്തെടുത്ത്? നിങ്ങൾ നമ്മളുടെ തലമുറയിൽ 540 ചിലമാണ് സൈനികരെ, വളരെ മിടുക്കരായ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള സൈനികരെയും ഉദ്യോഗസ്ഥരെയും ഈ സ്റ്റീപ്പായിട്ടുള്ള മലക്കുന്നുകൾ കയറിപ്പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇത് ഏത് രാജ്യത്തെ ഏത് കോമാളി മിലിറ്ററി സ്ട്രാറ്റജി എന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ ഫൈറ്റർ വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു എന്തിനാണെങ്കിൽ നിങ്ങൾ 2 ഫൈറ്റർ വിമാനം വിട്ട് അവിടെ 2 ബോംബ് ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം തീർന്നേനെ. അപ്പം ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റിൻ്റെ ശക്തി കാണിക്കേണ്ട സമയത്ത് നിങ്ങൾ ശക്തി കാണിക്കുന്നില്ല. ശക്തി കാണിക്കേണ്ടത് സമയത്ത് നമ്മൾ ഭയങ്കര ഘോരഘോരം പ്രസംഗം നടത്തും. അങ്ങനെ ഒരു കൂട്ടം കോമാളികളായി മാറിക്കണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയും ടെലിവിഷനും ഇല്ല. ജോസിയുടെ പുസ്തകത്തിൽ R.K. ധവാന്റെ ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം ഉണ്ട്. അതും വാസ്തവത്തിൽ വളരെ ഇതായിട്ട് പണ്ട് അന്ന് ഈ അന്വേഷണ കമ്മീഷൻ്റെ ഇതിനെക്കുറിച്ച് ധവാന് പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള സൂചനകൾ നൽകിയിരുന്നു അല്ലേ? അതെ, ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പിന്നെ പക്ഷേ R.K. ധവൻ R.K. ധവനും വിൻസെന്റ് ജോർജും മലയാളി വിൻസെന്റ് ജോർജും M.O. മത്തായി നെഹ്റുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും മലയാളികളെന്നുള്ളത് യാദർശികമാണ്. പക്ഷേ എനിക്ക് ഇവരൊക്കെ ഭയങ്കര രസകരമായ ഒരു ക്യാരക്ടേഴ്സാണ് നമ്മുടെ കണ്ടംപററി ഇന്ത്യൻ ഹിസ്റ്ററി പറയാനുള്ളത്. അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാമെന്നുള്ളത് മാത്രം ക്വാളിഫിക്കേഷനുള്ള മനുഷ്യർ ഏതെങ്കിലുമൊക്കെ നേതാക്കളുടെയും ഓഫീസേഴ്സിൻ്റെയും ഓഫീസുകളിൽ വന്നിട്ട് ടൈപ്പിസ്റ്റുകളായി മാറുകയും അതിനുശേഷം അവർ രഹസ്യം സൂക്ഷിപ്പവരെ മാറുകയും അവരുടെ വാതിലുകൾ പിടിച്ചു നിൽക്കുന്നവരായും താക്കോലെടുത്ത് വെച്ചിട്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് പിന്നെ ആ അധികാര കേന്ദ്രങ്ങളോട്ടുള്ള ആക്സസ് പോയിൻ്റായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറി അതൊരു ഭയങ്കര പവർഫുൾ ട്രാൻസ്ഫോർമേഷൻ. ഇത് ലോകത്ത് വേറെ ഇങ്ങനെ നടക്കുന്നില്ല. പത്രപ്രവർത്തനത്തിലെ പുതിയ തലമുറയോട് എന്താണ് ജോസിക്ക് പറയാനുള്ളത്? 2 സംഭവമുണ്ട്. ഒന്ന്, ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ഏണ്ട വലിയ അച്ചീവ്മെൻ്റ് ആണെന്നും അങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ടിവിയുടെ മുമ്പിൽ വന്നതിന് ശേഷം മാർക്കറ്റിൽ കൂടി നടക്കുമ്പോൾ എന്നെ മനസ്സിലായോ എന്നിങ്ങനെയുള്ള രീതിയിൽ ഭാവത്തിൽ നടക്കുന്ന ഒരുപാട് പത്രക്കാരെ എനിക്കറിയാം. ആ ഒരു തെറ്റിദ്ധാരണ ഒരുപാടുണ്ട്. അതിലൊന്നും കാര്യമില്ല. പക്ഷേ പത്രപ്രവർത്തകരോട് മാത്രമല്ല, ഞാൻ പൊതുവായിട്ട് ചെറുപ്പക്കാരുടെ എൻ്റെ ഒരു തീരെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഈ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലൊക്കെ പറയുന്ന ഒരു പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് നമ്മൾ സന്തോഷത്തിനോട് ജീവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം ചെയ്യണം. പക്ഷേ സന്തോഷം തരുന്നത് 2 സ്മോൾ അടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് അഴിമതി മേടിച്ചിട്ടും ആകരുത്. സ്വന്തം വാല്യൂസിനെ കൂടെ പിടിച്ചുകൊണ്ട് പിന്നെ ധിക്കാരപൂർവ്വം സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം വേണം. അത് വിളിച്ചു പറയുന്നത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ധൈര്യപൂർവ്വം സത്യം വിളിച്ചു പറയാനുള്ള മോറൽ കറേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഭയങ്കര ബ്രാൻഡ് വാല്യൂ. അതായത് അതിന് ഈ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിലുള്ള ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. അത് നിങ്ങൾ കറപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഡീൽ നടത്താമെന്നല്ലോ. അതുപോലെ നിങ്ങൾ ഓണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആഘോഷിക്കാനും നിങ്ങളെ നേതാവാക്കാനും നിങ്ങളെ പുകഴ്ത്താനും അതുപോലെ ആൾക്കാർ വരും. ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ഒരു നല്ല ഉദാഹരണമാണ്. ഇപ്പോഴത്തെ കേജ്രിവാളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നേരത്തെ കേജ്രിവാൾ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ബോംബെയിലായിരുന്നു. അവിടെ എൻ്റെ ബുക്കിൽ സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ഡയറക്ടേഴ്സൊക്കെ നമ്മളോട് ചർച്ചയിലാണ്. അപ്പം സോ ദർ ഈസ് നിങ്ങളൊരു ബ്രാൻഡായി മാറുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നത് ഭയങ്കര പവർഫുൾ ബ്രാൻഡിങ് ആണ്. ഇതൊരു സിനിമയെ മാറാൻ സാധ്യതയുണ്ടല്ലേ? പല സിനിമകളെ കുറിച്ച് ചർച്ച എടുത്തിട്ട് പല സിനിമകൾക്കുള്ള പ്രമേയമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ സത്യം ഉപേക്ഷിക്കാതെ ആൾക്കാരെ കണ്ട് പേടിക്കാതെ അധികാരം കണ്ട് കൂസാത്ത പത്രപ്രവർത്തനോ അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോങ് ടേം ഗെയിമാണ്. പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് മെച്ചമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ. ഈ പുസ്തകം മകൾ സുപ്രിയയ്ക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തേക്കാൾ മികച്ച ഒരു ഇന്ത്യയുടെ അവകാശികളായി മാറട്ടെ എന്ന്. അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഒരു യുണീക്ക് ഹ്യൂമൻ എക്സ്പെരിമെൻ്റാണ്. അതായത് ഈ 125 കോടി ജനങ്ങളുണ്ടെങ്കിലും ഇവിടെ നമ്മൾ എല്ലാവരും മൈനോറിറ്റികളായിട്ടുള്ള സമൂഹമാണ്. അതായത് രാജേഷ് ഹിന്ദു ആയിരിക്കും പേരിൽ, പക്ഷേ നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പോയി നിങ്ങളവിടെ മൈനോറിറ്റിയാണ്. നിങ്ങൾ കാശ്മീരിൽ പോയി നിങ്ങളവിടെ മൈനോറിറ്റിയാണ്. കാശ്മീരി പണ്ഡിറ്റ്
കാശ്മീരിൽ മൈനോറിറ്റി ആയിരുന്നു. ആ പാവത്താനെ അവിടെ നിന്ന് തല്ലി ഓടിച്ചിട്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് റെഫ്യൂജി ക്യാമ്പുകളിൽ ജനിച്ചു വളർന്ന കുട്ടികളോട് കല്യാണം കഴിച്ച് വെറും തുണിയിട്ട് മറച്ച അവിടെ താമസിക്കുന്ന ഹിന്ദുക്കളുടെ രാജ്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും എവിടെയെങ്കിലും മൈനോറിറ്റികളാവുന്ന ഒരു സമൂഹമാണ്. അങ്ങനത്തെ ഒരു മൈനോറിറ്റി കോമ്പോസിഷനും ഹിന്ദുയിസം പോലത്തെ ഒരു മെജോറിറ്റി റിലീജിയൻ, ഇതൊക്കെ കൂടി ഒരു ഭയങ്കര പവർഫുൾ കോമ്പിനേഷൻ. അതായത് എൻ്റെ ഒരു തീർച്ചയായും ചിലപ്പം ഹിന്ദുയിസത്തിന് പകരം ഇതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമോ ഒരു മുസ്ലിം മെജോറിറ്റി രാജ്യമായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയ നശിച്ചുവനെ, ഹൈലി പോസിബിൾ. പക്ഷേ ഹിന്ദുയിസത്തിൻ്റെ ലിബറൽ വാല്യൂസിൽ ബോണ്ട് ചെയ്തിട്ട് എല്ലായിടത്തും നമ്മളെല്ലാവരും മൈനോറിറ്റീസായി മാറുന്ന ഒരു അൺയൂഷ്വൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. ലോകത്തിൽ ഇതുപോലത്തെ രാജ്യം കാണത്തില്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ 4 കോണയിൽ പോയി നിന്നാൽ 3 കോണയിലും ചിലപ്പോൾ 4 കോണയിൽ തന്നെ നിങ്ങൾ തെറി വിളിച്ച് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, തെറിയാണ്. കാരണം അവിടെ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഡൈവേഴ്സ് കോൺസെപ്റ്റാണ്. ഇത് പെട്ടെന്ന് നശിപ്പിക്കാനും ഒക്കത്തില്ല, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് എൻ്റെ തീരെ വെച്ചാൽ നമ്മൾ വളരെ യങ് കൺട്രിയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മീഡിയൻ ഏജ് 25.2 ആകുമ്പോഴാണ് 50% ജനങ്ങൾ 25 വയസ്സ്. ആ ചെറുപ്പക്കാരിൽ നിന്ന്, അതായത് ജനിച്ചു വളർന്ന, അത് ഇൻഡിപെൻഡൻസിൻ്റെയും ഫ്രീഡത്തിൻ്റെയും ലിബർട്ടിയുടെയും ഈക്വാലിറ്റിയുടെയും ഒക്കെ ലോകത്തോട്ട് ജനിച്ചു വളർന്ന ഇടനിലക്കാരൻ എന്ന് പറയുന്ന ഒരു ശല്യമാണെന്ന് വിശ്വസിക്കുന്ന ഈ ചെറുപ്പക്കാരായിരിക്കും നമ്മുടെ രാജ്യം നന്നാക്കുന്നത് എൻ്റെ തീയതി. ചേർത്തലക്കാരനായ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനാണ്. ഈ ഇന്ത്യയിലെ ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ പലതും പുറത്തു കൊണ്ടുവന്നു. കേരളത്തിലേക്ക് കണ്ണ് തുറക്കുന്നില്ലേ? ഞാൻ കേരളം മീഡിയയും കേരളത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആ ഒരു പഴയ ഒരു കൾച്ചർ ഓഫ് ചില പത്രങ്ങൾക്ക് ഇപ്പോൾ കേരള മുതലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഒരു കൾച്ചർ ഓഫ് ഒരു അഡ്വേഴ്സറി റിലേഷൻഷിപ്പ് മാറിപ്പോയി മീഡിയ ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ കുറേ കച്ചവടക്കാരും കുറേ ബിൽഡേഴ്സൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ട് കുറേ ഈ ഐഡിയോളജി, കമ്മ്യൂണിസം ആയിക്കോട്ടെ BJP ആയിട്ട് കോൺഗ്രസ് ആയിട്ട്, ഇവർ ഈ ഐഡിയോളജിയൊക്കെ വെറും പേരിന് മാത്രം വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ബ്ലാക്ക് മണി കേസുകളും ഡീലൊക്കെ നടത്തുന്ന കുറേ രാഷ്ട്രീയക്കാരെ കൂടുതൽ ഒരു വലിയൊരു നെക്സസ്സായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ മലയാളിയുടെ ജീവിതം റിലേറ്റീവ്ലി കംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ജേർണലിസ്റ്റിന് വളരെ ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു തിയറി. സമയം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇവിടെ നോക്കും. അപ്പോൾ ഇന്നത്തേക്കാൾ മികച്ച ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രയാണം തുടരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.